ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കഥ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. ഈ കഥയിലെ നായിക ആയിഷയാണ്. അപ്പോൾ ഞാനിനി ആയിഷയായിട്ട് തന്നെ സംസാരിക്കാം. ഞാൻ ആയിഷ, 36 വയസ്സുള്ള വീട്ടമ്മയാണ്. വീട്ടിൽ ഞാനും ഇക്കയുടെ ഉമ്മയും 2 മക്കളുമാണുള്ളത്. ഇക്ക ഗൾഫിലാണ്. വർഷത്തിൽ വരും. 2 ആഴ്ച ലീവുണ്ട്. അത് കഴിഞ്ഞാൽ ആൾ മടങ്ങും. അധികം കൂട്ടുകാരൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ പുറത്തേക്ക് പോയി കമ്പനി കൂടി ചെറുതായി കഴിക്കും. എനിക്കറിയാമെങ്കിലും ഞാൻ ചോദിക്കാറില്ല അതൊന്നും. മക്കൾ ഒരാൾ 3ലും ഒരാൾ 5ാം ക്ലാസ്സിലും പഠിക്കുന്നു. വീട്ടിൽ വലിയ സാമ്പത്തികമില്ലെങ്കിലും ജീവിച്ചു പോകാനുള്ളതുണ്ട്. ഇക്കയുടെ ഒപ്പം ചിലവ് ചുരുക്കിയാണ് ഞാനും ജീവിക്കുന്നത്. ഇനി എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നല്ല വെളുത്തിട്ടാണ്. അത്യാവശ്യം പൊക്കവുമുണ്ട്. ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ലിപ്സ്റ്റിക്കൊന്നും എനിക്കിഷ്ടമേ അല്ല. എൻ്റെ ഇക്കാക്കും അതിഷ്ടമല്ല. പുറത്തേക്ക് പോകുമ്പോൾ പർദ്ദ അല്ലെങ്കിൽ ചുരിദാറായിരിക്കും ഞാൻ ഇടാറ്. പക്ഷേ ഞാൻ അധികം പുറത്തേക്കെങ്ങും പോകാറില്ല. ഇനി സംഭവത്തിലേക്ക് വരാം. ഇതൊക്കെയാണെങ്കിലും എൻ്റെ ഉള്ളിലെ പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ ഇക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റാറില്ല. എനിക്ക് നല്ല വൃത്തിയൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം നോക്കിയും കണ്ടൊക്കെ ചെയ്യൂ. ഇക്കാക്ക് അങ്ങനെ പിടിവാശിയൊന്നുമില്ല. എന്നാലും വൃത്തിയൊക്കെ നോക്കാറുണ്ട്. ഇനിയാണ് സംഭവം. ഇക്കയുടെ ഉമ്മക്ക് വയ്യാണ്ടായി. ഇപ്പോൾ ജോലി പോലും ചെയ്യാൻ കഴിയില്ല. എല്ലാത്തിനും ഒരാളുടെ സഹായം വേണം. അങ്ങനെ ഞാനാണ് ഉമ്മയുടെ കാര്യങ്ങൾ നോക്കാറ്. എൻ്റെ വീടിനടുത്ത് ഹിന്ദുവായ ഒരു കുടുംബമുണ്ട്. അവിടെ ഒരു പയ്യനുണ്ട്. പയ്യനെന്ന് പറയാൻ പറ്റില്ല. ഏജുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടില്ല. 28 വയസ്സുണ്ട് അവന്. ഇടയ്ക്കെന്തെങ്കിലും സഹായം വന്നാൽ അവനെയാണ് ഞാൻ വിളിക്കാറ്. അങ്ങനെ ഒരു ദിവസം ഞാൻ അവനെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലെ അലമാര പഴയതായി. അതൊന്നും മാറ്റി പുതിയത് വെക്കണം. പുതിയതൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്. അത് വരുമ്പോഴേക്കും പഴയത് മാറ്റണം. അതിനായാണ് ഞാൻ അവനെ വിളിച്ചത്. അങ്ങനെ അവൻ വന്നു. കൂടെ ഞാനും ഉണ്ട്. ഞങ്ങൾ 2 പേരും അലമാരയുടെ സൈഡിൽ പിടിച്ച് പയ്യെ മാറ്റി. പുറത്തേക്കെടുക്കാൻ കുറച്ച് പാടായതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി. മുറി വലുതായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോഴേക്കും ഒരു വണ്ടിയിൽ പുതിയ അലമാരയുമായി വണ്ടിക്കാരൻ വന്നു. ഞാൻ ചെന്ന് കണ്ടു. അത്യാവശ്യം നല്ല വലിയ അലമാര തന്നെയാണ്. ഇക്ക തന്നെ പരിചയത്തിലുള്ള കടയിൽ നിന്നും എടുത്തതാണ്. എന്നോട് വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. അലമാര വന്നപ്പോൾ ഞാനും അവനും ഡ്രൈവറും കൂടിയാണ് ഇറക്കി വെച്ചത്. കുറച്ച് വലിപ്പവും വീതിയും ഉള്ളതുകൊണ്ട് ഡ്രൈവറും സഹായിച്ച് അകത്തേക്ക് കയറ്റി. ചരിച്ചാണ് അലമാര അകത്തേക്ക് കയറ്റിയത്. ഡ്രൈവറും അവനും മുന്നിലും പിന്നിലുമായി പിടിച്ചു. ഡോറ് വരെ അവൻ്റെ അടുത്തായി ഞാനും നിന്ന് സഹായിച്ചു. അങ്ങനെ മുറിയിലേക്ക് കയറ്റിയ അലമാര ചരിച്ചു വെച്ചു. അത് വെക്കേണ്ട സ്ഥലം കുറച്ച് ഇടുങ്ങിയതായതുകൊണ്ടാണ് ചരിച്ചു വെച്ചത്. ഒരു തരക്കിൽ പിടിച്ച് ഡ്രൈവർ പൊക്കാൻ നേരം താങ്ങിക്കൊടുക്കുക. പിന്നെ തെന്നിപ്പോവാതെ അടിയിലൊന്ന് പിടിക്കുകയും വേണം. അതായിരുന്നു ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ അലമാരയുടെ നടുക്കായി നിന്നു. ഗ്യാപ്പിട്ടാണ് നിന്നത്. അടിവശം തെന്നിപ്പോകാതെ അവൻ പിടിച്ച് താങ്ങി നിന്നു. ഡ്രൈവർ കുറേശ്ശെ പൊക്കിക്കൊണ്ട് വന്നപ്പോൾ അവനും സൈഡിലേക്ക് വന്നു. നടുവിൽ പിടിച്ച ഞാൻ നിന്ന അതേ സൈഡിൽ അവനും പിടിക്കാനായി ചേർന്നതും ഞാൻ പിടിച്ചതും ഒരുമിച്ചായിരുന്നു. അവൻ എൻ്റെ കൈയുടെ മുകളിൽ ചേർത്ത് പിടിച്ച് അലമാര താങ്ങാൻ നോക്കി. അതെനിക്ക് എന്തോ പോലെ ആയപ്പോൾ ഞാൻ പതിയെ അവനിൽ നിന്നും അകന്നു മാറി. പതിയെ അവനെ നോക്കിയപ്പോൾ അവൻ എന്നെ മൈൻഡ് ചെയ്യാതെ അലമാര പൊക്കുന്ന തിരക്കിലാണ്. അവന് അറിയാതെ പറ്റിയതായിരിക്കുമെന്ന് ഞാൻ കരുതി. ഡ്രൈവറെ നോക്കിയപ്പോൾ അയാളും അലമാര പൊക്കുന്ന തിരക്കിലാണ്. ഞാൻ പിന്നെ മാറി നിന്നു. അവർ അത് നേരെയാക്കി വെച്ചിട്ട് പുറത്തേക്കിറങ്ങി. ഡ്രൈവർക്ക് വണ്ടിക്കൂലി കൊടുത്തതും അയാളും പോയി. അത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ശാന്തമായ അവസ്ഥയായിരുന്നു. ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊന്നും കാണാറില്ല. അങ്ങനെ ചെയ്യാറുമില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് അവനെ വീണ്ടും കണ്ടു. വീട്ടിലെ മോട്ടോർ കംപ്ലൈൻറ്റ് വന്നു. വെള്ളം ഒഴിച്ചൊക്കെ നോക്കി ശരിയാക്കണം. അതിന് പണം കൊടുക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ വിളിച്ചത്. വൈകിട്ട് ഒരു 8 മണിയായപ്പോൾ ഞാൻ പാത്രം കഴുകാൻ
ടാപ്പ് തുറന്നപ്പോഴാണ് വെള്ളമില്ലെന്നറിഞ്ഞ്. വേഗം മോട്ടർ ഓണാക്കിയെങ്കിലും വെള്ളം കയറിയില്ല. അതുകൊണ്ട് അവനെ വിളിക്കേണ്ടി വന്നു എനിക്ക്. അവൻ വന്ന് മോട്ടർ നോക്കി കുറച്ച് വെള്ളം എടുത്ത് അതിലൊഴിച്ചു. ഒരു വട്ടം ഒഴിച്ചപ്പോൾ അതിലെന്തോ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവിടെ അധികം വെട്ടമില്ലാത്തത് കൊണ്ട് ഞാനായിരുന്നു അവന് അവിടെ നിന്നും ടോർച്ച് അടിച്ചു കൊടുത്തത്. അവൻ കുറച്ച് വെള്ളമെടുത്ത് വീണ്ടും ഒഴിച്ചു. കൈകൊണ്ട് അടച്ചു പിടിച്ചു. എന്നിട്ട് മോട്ടർ അടിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ അകത്തേക്ക് എൻ്റെ മോനോട് വിളിച്ചു പറഞ്ഞു, എടാ മോട്ടർ ഓണാക്ക്. അപ്പോൾ അവൻ മോട്ടർ ഓണാക്കി. അതിൻ്റെ സൗണ്ട് ഞങ്ങൾ കേൾക്കാൻ തുടങ്ങി. മോട്ടർ അടിച്ച് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഫോഴ്സിൽ വരുന്ന വെള്ളമായതുകൊണ്ട് അവൻ പെട്ടെന്ന് കൈ മാറ്റിയതും വെള്ളം മൊത്തം എൻ്റെ മേലേക്ക് തെറിച്ചു. പെട്ടെന്ന് തെറിച്ചതുകൊണ്ട് സൈഡിൽ മതിലും താഴെ കുഴിയുമുള്ളതുകൊണ്ട് ഓടി മാറാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. വേഗം സൈഡിലേക്ക് നീങ്ങിയപ്പോൾ അവൻ ചാടിക്കേറി കൈകൊണ്ട് മോട്ടർ അടച്ചു പിടിച്ച് എന്നോട് ഓഫാക്കാൻ പറഞ്ഞു. ഞാൻ മോനെ വിളിച്ച് ഓഫാക്കാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും എൻ്റെ ദേഹത്ത് മുഴുവൻ വെള്ളം വീണിരുന്നു. കയ്യിലെ ടോർച്ച് അവന് പിടിക്കാൻ കൊടുത്തിട്ട് ഞാൻ കൈകൊണ്ട് മുഖവും മാക്സിമം ഒന്ന് കുടഞ്ഞു. അവൻ ടോർച്ച് അടിച്ചപ്പോൾ താഴെ കടിക്കട എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് മാറി നിന്നു. അവൻ വീണ്ടും വെള്ളം ഒഴിച്ച് ടാപ്പ് അടച്ചു വെച്ച് ഓൺ ചെയ്യാൻ പറഞ്ഞു. മോൻ മോട്ടർ ഓൺ ചെയ്തു. വെള്ളം നന്നായി കയറുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ പൊക്കോടാ, താങ്ക്സ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മേത്ത് വെള്ളവുമായി നനഞ്ഞു കുതിർന്ന മാക്സിയുമായി അകത്തേക്ക് കയറി. അകത്തെ മുറിയിലേക്ക് കയറിയതും കണ്ണാടിയിൽ നോക്കി മുഖമൊക്കെ ഒന്ന് തുടച്ച് ഫ്രഷ് ആകാൻ കയറാൻ നിന്നപ്പോഴാണ് എന്തോ പന്തികേട് എനിക്ക് തോന്നിയത്. ഞാൻ വീണ്ടും കണ്ണാടിയിലേക്ക് വന്ന് നോക്കിയപ്പോൾ എനിക്കെന്തോ പോലെയായി. ആകെ നനഞ്ഞ് കുതിർന്ന് നിൽക്കുന്ന ഞാൻ, ഷോ ഇതെന്ത് പണിയാ, അവനിത് കണ്ടു കാണുമോ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ഫ്രഷായി മക്കൾക്കും ഉമ്മാക്കും ഫുഡ് എടുത്തു കൊടുത്തു. ഞാനും കഴിച്ച് കിടന്നു. ഇക്ക വിളിച്ചപ്പോൾ കുറച്ച് സംസാരിച്ചു. അവിടെ പ്രൈവസി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നും അങ്ങോട്ട് സംസാരിക്കാനോ മിണ്ടാനോ പറ്റില്ല. എന്തിന് ഒരു ലവ് യു പോലും പറയാൻ കഴിയില്ല. അടുത്ത് ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇക്ക ഒഴിഞ്ഞു മാറും. അങ്ങനെ പിറ്റേന്ന് കാലത്ത് എന്തോ ആവശ്യം പറഞ്ഞ് അവനെൻ്റെ വീട്ടിൽ വന്ന്. അവിടെ ഫോണില്ല, അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ച് പറയാനാണെന്നും പറഞ്ഞ് അവനെൻ്റെ നമ്പർ മേടിച്ചു. അവനോടുള്ള വിശ്വാസവും അതുപോലെ അവൻ്റെ സഹായങ്ങളും എനിക്ക് അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാനൊരു മടിയും കാണിച്ചില്ല. അവന് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു. അവൻ്റെ നമ്പർ ഞാൻ എൻ്റെ ഫോണിൽ സേവും ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു വൈകിട്ട് ഞാൻ വാട്സപ്പ് ഓപ്പൺ ആക്കിയപ്പോൾ ഒരു ലവ് സോങ് ഞാൻ സ്റ്റാറ്റസ് ആക്കി ഇട്ടിരുന്നു. അതവന് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞു ഒരു ഹാർട്ട് അയച്ചു. ഞാൻ കണ്ടിട്ട് ഒരു സ്മൈലി അത്രയും അയച്ചു. അങ്ങനെ എല്ലാ ദിവസവും ഞാനിടുന്ന സ്റ്റാറ്റസ് കണ്ടിട്ട് അവൻ ലവ് ഹാർട്ട് ഇടുന്നതല്ലാതെ വേറെ ഒന്നും അഴക്കാറില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ അവന് അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചു. നിനക്ക് ലവർ ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു. ഗേൾ ഫ്രണ്ട്സ് പോലും ഇല്ല എന്നായിരുന്നു അവൻ്റെ മറുപടി. അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ചിരിക്കുന്ന ഒരു സ്മൈലിയും ഒരു കല്യാണം കഴിച്ചൂടെ, സോങ് കേട്ട് കഴിയാതെ ഇതൊക്കെ കേട്ട് കെട്ടിയോളോടൊപ്പം റൊമാൻറ്റിക് ആകാലോ എന്നും പറഞ്ഞ് ഒരു മെസ്സേജും അയച്ചു. പക്ഷേ അവനൊന്നും പറയാതെ എൻ്റെ ചാറ്റിൽ നിന്നും ഇറങ്ങിപ്പോയി. ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചെങ്കിലും അവൻ നോക്കിയില്ല. പിറ്റേന്ന് കാലത്ത് അവൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ എൻ്റെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കണ്ടു. ഞാൻ ഇറങ്ങിച്ചെന്നപ്പോഴേക്കും അവൻ എന്നൊന്നും നോക്കുപോലും ചെയ്തില്ല. രാത്രിയായപ്പോൾ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടു. അവൻ ഇടയ്ക്ക് കയറി അത് കണ്ടിട്ടുണ്ട്, പക്ഷേ മറുപടി തന്നില്ല. അതെനിക്ക് വല്ലാതെ സങ്കടമായി. ഞാൻ അവനൊരു മിസ് കോൾ അടിച്ചു. അവൻ കോൾ എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നു. എന്താ താത്ത വിളിച്ചതെന്ന് ചോദിച്ചു. ഇന്നലെ എന്തു പറ്റി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്നായിരുന്നു അവൻ്റെ മറുപടി. ഞാൻ കാരണമാണെങ്കിൽ സോറി എന്നും പറഞ്ഞ് ഞാനൊരു മെസ്സേജ് ഇട്ടു. പക്ഷേ അതൊന്നും അല്ലെന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ അവൻ ഞാനിട്ട സ്റ്റാറ്റസ് ഒന്നുകൂടി കണ്ട് വീണ്ടും ഒരു ഹാർട്ട് ഇട്ടു. അതെനിക്ക് സന്തോഷം തന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇതുപോലെയൊക്കെ മെസ്സേജ് അയക്കാൻ ആരെങ്കിലും വേണ്ടേ നിനക്കെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അതിനൊക്കെ ഭാഗ്യം വേണമെന്ന്.
അവൻ്റെ പേര് വിനോദ് എന്നാണ്. കുറച്ചു നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അതിനിടയിൽ വിനോദ് എന്നോട് ചോദിച്ചു, താത്ത താത്തയുടെ ഇക്ക എന്നാ വരുന്നേ? പോയിട്ടിപ്പോൾ 2 മാസമായല്ലേ ഉള്ളൂ, ഇനി 1 വർഷമാകും. ഞാനവന് മറുപടി കൊടുത്തു. ഇത്താക്കൊക്കെ പരമസുഖമല്ലേ, എല്ലാം ഉണ്ടല്ലോ, അവൻ പറഞ്ഞു. എല്ലാം ഉണ്ടായിട്ടും ചിലതൊക്കെ കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇത്താക്കെന്താ ഒരു കുറവ്? അവൻ ചോദിച്ചു. അത് നീ പെണ്ണ് കെട്ടിയിട്ട് അവളെ ഇവിടെ നിർത്തി നീ ദൂരേക്ക് പോയി നോക്കണം, അപ്പോൾ മനസ്സിലാകും, ഞാൻ പറഞ്ഞു. ഓ, അതാണോ കാര്യം? ഇത്താക്ക് ഇക്ക വരുമ്പോൾ എല്ലാം കിട്ടുന്നില്ലേ? ആഗ്രഹിക്കുമ്പോൾ കിട്ടാത്തത് ആഗ്രഹം അടുത്ത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് എന്താടാ കാര്യം? ഞാൻ അവനോട് പറഞ്ഞു. ആണോ, എന്നാ ഇക്കയോട് വേഗം ഇങ്ങോട്ട് വരാൻ പറ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അങ്ങനെ ഓടി വരാൻ പറ്റുമോ? അതിനൊക്കെ ക്യാഷ് വേണ്ടേടാ. ക്യാഷൊക്കെ ഉണ്ടാവും, അല്ലാണ്ട് പിന്നെ കുടുംബം ഇല്ലെങ്കിൽ പിന്നെ എത്ര സമ്പാദിച്ചിട്ടും എന്താ കാര്യം? അവൻ ചോദിച്ചു. ശരിയാടാ, പിന്നെ ഇതൊക്കെ കിട്ടേണ്ട സന്തോഷമൊക്കെ ഫോണിൽ കൂടി കിട്ടുന്നില്ലേ? വിനോദ് എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് പോടാ, അല്ലെങ്കിൽ തന്നെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, അപ്പോഴല്ലേ അതൊക്കെ, ഞാൻ പറഞ്ഞു. ഇത്താക്ക് വലിയ കൊതിയായിരിക്കുകയാണെന്ന് തോന്നുന്നു, വല്ലാത്തൊരു മിസ്സിങ് ഉണ്ടല്ലേ? അവൻ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നും ഇല്ലടാ, എന്നാലും ചെറുതായിട്ട്, ഞാൻ മറുപടി കൊടുത്തു. അതൊക്കെ എനിക്കറിയാം, ഈ പ്രസവം കഴിയുമ്പോഴൊക്കെ ഇതൊക്കെ അങ്ങ് കൂടും അല്ലേ ഇത്ത? അവൻ എന്നോട് ചോദിച്ചു. ഇതൊക്കെ എങ്ങനെ നിനക്കറിയാം? ഞാൻ അവനോട് ചോദിച്ചു. അത് ഒരു പെണ്ണിൻ്റെ മനസ്സ് അറിയാൻ ശ്രമിച്ചാൽ മതി, അവൻ പറഞ്ഞു. അയ്യടാ, പോടാ, ഞാൻ പോവാ, ബൈ എന്നും പറഞ്ഞ് ഞാൻ ചാറ്റിൽ നിന്നും ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.